നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 47ലേക്കും ഏവർക്കും സ്വാഗതം. ലോകത്തിന്റെ ഉൽപ്പത്തിക്കും സ്ഥിതിക്കും നാശത്തിനും ഹേതു സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളാകുന്നു. ഇവയെ കൂടാതെ നാലാമതൊരു നാഥൻ ഇല്ലെന്ന് സാരം. അതിൽ രജോ ഗുണം കൊണ്ടാണ് ഉൽപ്പത്തി ഉണ്ടാകുന്നത്. രജോ ഗുണത്തിന്റെ പ്രേരണയാലാണ് മേഘങ്ങൾ വർഷിക്കുന്നതും ധാന്യാദികൾ ഉണ്ടാകുന്നതും. ഇതിൽ ഇന്ദ്രന് ഒരു കാര്യവുമില്ല. ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്നതെങ്കിൽ തന്നെ ഭജിക്കുന്നവർക്ക് മാത്രമല്ലേ വർഷിക്കാവൂ? അങ്ങനെ അല്ലല്ലോ കാണുന്നത്. മഴ പെയ്യുമ്പോൾ എല്ലാ ദിക്കിലും ഒരുപോലെ വർഷിക്കുന്നു. ആ കാരണത്താലും ഇന്ദ്രനും വർഷവുമായി ഒരു ബന്ധവുമില്ല. നമുക്ക് പട്ടണങ്ങളോ ഗ്രാമങ്ങളോ ദേശങ്ങളോ സ്ഥിരവാസയോഗ്യമായ ഗൃഹങ്ങൾ പോലുമോ ഇല്ല. ആർക്കും വേണ്ടാത്ത കാടാണ് നമ്മുടെ വാസസ്ഥാനം. മലകളിലും കാടുകളിലും പശുക്കളെ മേച്ച് അലഞ്ഞു തിരിഞ്ഞ് കാലം കഴിക്കുന്ന നാം എന്തൊരു യോഗക്ഷേമത്തിനായിട്ടാണ് ഇന്ദ്രനെ പൂജിക്കുന്നത്? അതിനാൽ മുൻപ് പറഞ്ഞതുപോലെ ദേവതാപ്രസാദത്തിനായി യാഗം കഴിക്കണമെന്ന് നിർബന്ധമുള്ള പക്ഷം നമ്മുടെ ജീവനമാർഗമായ പശുക്കളെയും പശുക്കൾക്ക് സമൃദ്ധമായി പുല്ലും വെള്ളവും തരുന്ന ഗോവർദ്ധന പർവ്വതത്തെയുമാണ് നാം പൂജിക്കേണ്ടത്. ഇപ്പോൾ ഇന്ദ്രയാഗത്തിനായി ശേഖരിച്ചിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഈ യാഗവും നടത്താം. പരിപ്പ്, പായസം, സംയാവം, നെയ്യ്, മുറുക്ക്, പാൽ, തൈര് എന്നിങ്ങനെയുള്ള നൈവേദ്യങ്ങളെല്ലാം തയ്യാറാക്കണം. വേദജ്ഞരായ ബ്രാഹ്മണോത്തമന്മാർ ആഹവനീയാഗ്നികളെ ജ്വലിപ്പിക്കട്ടെ. അവർക്ക് ഷഡ്രസോപേതമായ ഭോജനവും ധേനുക്കളും ദക്ഷിണയും കൊടുക്കണം. നായ്, നായാടി, പതിതൻ തുടങ്ങിയ മറ്റുള്ള സകലർക്കും യോഗ്യതാനുസരണം ഭക്ഷണം നൽകണം. പശുക്കൾക്ക് നല്ല പച്ചപ്പുല്ല് സമൃദ്ധിയായി കൊടുക്കണം. അനന്തരം ഗോവർദ്ധന പർവ്വതത്തിന് നൈവേദ്യം സമർപ്പിക്കണം. എല്ലാവരും വിശിഷ്ട വസ്ത്രാലങ്കൃതരായി ഭോജനം കഴിച്ച് ചന്ദന കുങ്കുമാദികൾ ധരിച്ച് പശു, ബ്രാഹ്മണർ, അഗ്നി, പർവ്വതം എന്നിവയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കണം. പിതാവേ, ഇതാണെൻ്റെ അഭിപ്രായം. നിങ്ങൾക്കും സമ്മതമാണെങ്കിൽ അപ്രകാരം ചെയ്യുവിൻ. ഈ യാഗം ഗോക്കൾക്കും ബ്രാഹ്മണർക്കും ഗോവർദ്ധന പർവ്വതത്തിനും എനിക്കും ഇഷ്ടമുള്ളതാകുന്നു. ഭഗവൻ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം വേദമാണല്ലോ. അപൂർവമായ ഈ യാഗത്തിനുള്ള അപൂർവ വിധിയും ഭഗവാൻ തന്നെ നിശ്ചയിച്ച് കൊടുത്തു. കാലമാണല്ലോ എല്ലാറ്റിനും കാരണം. കാലത്താൽ ഇന്ദ്രയാഗം ആരംഭിക്കപ്പെട്ടു. ഇപ്പോൾ ഇന്ദ്രന്റെ ദർപ്പഹരണത്തിനായി കാലസ്വരൂപനായ ഭഗവാൻ തന്നെ അതിനെ വിരോധിച്ചു. ഭഗവാന്റെ നിർദ്ദേശം നന്ദാദി ഗോപർക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ സാദരം സ്വീകരിച്ചു. അതനുസരിച്ച് ബ്രാഹ്മണർ സ്വസ്ത്യയനാദികൾ ചെയ്തു. ബ്രാഹ്മണർക്കും ഗോവർദ്ധനത്തിനും നൈവേദ്യവും പശുക്കൾക്ക് പുല്ലും സമർപ്പിക്കപ്പെട്ടു. വ്രജവാസികൾ എല്ലാവരും സ്വലംകൃതരായി ശ്രീകൃഷ്ണന്റെ അത്ഭുത ലീലകളെ ഗാനം ചെയ്തുകൊണ്ട് ഗിരിപ്രദക്ഷിണം ചെയ്തു. ഗോവർദ്ധന പർവ്വതത്തിന്റെ ദിവ്യത്വത്തിൽ വ്രജവാസികൾക്ക് വിശ്വാസം വരുത്താനായി ഭഗവാൻ പർവ്വത മധ്യത്തിൽ അതിബൃഹത്തായ മറ്റൊരു സ്വരൂപം പ്രകടമാക്കി. ഞാൻ പർവ്വത ദേവതയാകുന്നു എന്ന് എല്ലാവരും കേൾക്കെ പറഞ്ഞിട്ട് അവർ സമർപ്പിച്ച നൈവേദ്യങ്ങളെയെല്ലാം ഭക്ഷിച്ചു. ഭഗവാൻ സ്വജനങ്ങളോട്, കണ്ടില്ലേ, പർവ്വതം പ്രത്യക്ഷ സ്വരൂപമെടുത്തുവന്ന് നമ്മുടെ ബലികളെ സ്വീകരിച്ചനുഗ്രഹിച്ചത്. ഇന്ദ്രൻ ഇതുപോലെ പ്രത്യക്ഷനായി വന്നിട്ടുണ്ടോ? ഇത് സാധാരണ പർവ്വതങ്ങളെ പോലെയല്ല. സ്വേച്ഛയാ ഓരോ രൂപത്തെ ധരിക്കുന്ന ഈ പർവ്വത ദേവതയെ ആരെങ്കിലും ബഹുമാനിക്കാതെ അപമാനിച്ചാൽ ഈ ദേവത സർപ്പം, കടുവ, സിംഹം ഇത്യാദി രൂപങ്ങളിൽ വന്ന് അവരെ ഹനിക്കും. അത്രത്തോളം ദിവ്യനായ ഈ പർവ്വതരാജനെ നാം നമ്മുടെയും പശുക്കളുടെയും ക്ഷേമത്തിനായിക്കൊണ്ട് നിത്യവും നമസ്കരിക്കണം എന്ന് അരുളി ചെയ്തിട്ട് ഗോപന്മാരോടൊപ്പം നിന്തിരുവടിയും വീണ് നമസ്കരിച്ചു. യാഗം മംഗളമായി പര്യവസാനിച്ചു. തുടർച്ച അടുത്ത പങ്ക്തിയിൽ. നന്ദി, നമസ്കാരം.